തൃശൂർ പൂരം കലക്കിയ വിഷയത്തിലടക്കം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിരന്തരമായ പ്രസ്താവനകൾ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനാണെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ. എഡിജിപി RSS നേതാവിനെ കണ്ടതിൽ ആദ്യം മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയെന്നും മുരളീധരൻ. ജില്ലാതല തദ്ദേശ അദാലത്തിൽ പരാതിക്കാരുടെ വൻ തിരക്ക്. എല്ലാ നിയമലംഘനങ്ങൾക്കും സാധൂകരണം നൽകുന്ന മേളയല്ല അദാലത്തെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. റെയിൽവേ സ്റ്റേഷനിലെ മുഴുവൻ CCTV ക്യാമറകളും പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതി. ജില്ലയിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ധൻബാദ് എക്സ്പ്രസിൽ നിന്ന് 4 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. അമിത വേഗതയിലെത്തിയ ബസ്സിടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ബസ്സുകൾ തടഞ്ഞു. അപകടത്തിനിടയാക്കിയ ജോണീസ് ബസ്സാണ് തടഞ്ഞത്. സംസ്ഥാനത്ത് 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതിനെ തുടർന്ന് പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ 3 ഇഞ്ച് ഉയർത്തി. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം കലക്കിയ വിഷയത്തിലടക്കം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിരന്തരമായ പ്രസ്താവനകൾ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനാണെന്ന് BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ. ADGP RSS നേതാവിനെ കണ്ടതിൽ ആദ്യം മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും മുരളീധരൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ വഴിതിരിച്ചുവിടാനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശ്രമിക്കുന്നത്. അൻവറിന്റെ വെളിപ്പെടുത്തലിൽ കസ്റ്റഡി മരണം, തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തൽ, സ്വർണ്ണക്കടത്ത്, ഈ സംഭവങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് RSSുമായിട്ടുള്ള ചർച്ച എന്ന് പറയുന്ന ഒരു വിഷയം കൊണ്ടുവരുന്നത് തന്നെ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കില്ല. അത് പിണറായി വിജയനെ സഹായിക്കില്ല. പൂരം കലക്കിയാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന സതീശന്റെ പ്രസ്താവന തൃശൂരിലെ ജനങ്ങളെ അവഹേളിക്കലാണ്. പൂരം കലക്കിയത് കേരള പോലീസാണ്. അങ്ങനെയെങ്കിൽ വോട്ട് കിട്ടേണ്ടത് സുനിൽകുമാറിനാണ്. എന്നാൽ അവരെ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തതിന് BJPയെയും സുരേഷ് ഗോപിയെയും പഠിച്ചിട്ട് കാര്യമില്ല. ഇത് സംബന്ധിച്ച പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും മുരളീധരൻ പറഞ്ഞു. എല്ലാവരും പൂരത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പൂരം അലങ്കോലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് തൃശ്ശൂരിലെ ന്യൂനപക്ഷ സ്നേഹികൾ എന്ന് എനിക്ക് അഭിപ്രായമില്ല. കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ പറയണം. പൂരം കലക്കിയത് കേരളത്തിലെ പോലീസാണ്. അങ്ങനെയാണെങ്കിൽ വോട്ട് കിട്ടേണ്ടിയിരുന്നത് സുനിൽകുമാറിനാണ്. VS സുനിൽകുമാറും അതുപോലെ K മുരളീധരനും അവരെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തതിന് ഭാരതീയ ജനതാ പാർട്ടിയും സുരേഷ് ഗോപിയും പഠിച്ചിട്ട് കാര്യമില്ല. അതിനു വേണ്ടിയിട്ട് പൂരം കലക്കിയത് കൊണ്ടാണ് സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ ജനങ്ങൾ ജയിപ്പിച്ചത് എന്നുള്ള പുതിയ ആരോപണം, ആ ആരോപണമായിട്ട് വന്നിട്ട് കാര്യമില്ല. ഈ പൂരം കലക്കിയതിനെ പറ്റിയിട്ട് കേരള പോലീസ് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം. ആ കലക്കിയതിന്റെ റിപ്പോർട്ട് പുറത്തുവിടുന്നത് എന്താ? ADGP MR അജിത് കുമാർ RSS നേതാവിനെ കണ്ടതിൽ മറുപടി പറയേണ്ട ബാധ്യത BJP നേതാക്കൾക്കില്ലെന്നും കൂടിക്കാഴ്ച എന്തുദ്ദേശത്തിലാണെന്ന് ബന്ധപ്പെട്ടവർ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ADGP പോയത് എന്തുദ്ദേശത്തിലാണ്? വി ഡി സതീശൻ പറയുന്നത് പൂരം കലക്കാനുള്ള ഗൂഢാലോചനയുമായിട്ട് പിണറായി വിജയന്റെ സന്ദേശവാഹകനായി ADGP RSS നേതാവിനെ കാണാൻ പോയി. ഇതിൽ ഉത്തരം പറയാവുന്ന 3 ആളുകളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം അയച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയണം. 2 അജിത് കുമാർ പറയണം. 3 RSS പറയും. RSS ആണ് അക്കാര്യത്തിൽ പറയേണ്ടത്. കാരണം BJPയുടെ നേതാക്കന്മാരെ ആരെയും RSS വക്താക്കളായിട്ട് നിശ്ചയിച്ചിട്ടില്ല. RSSന് തന്നെ വക്താവുണ്ട്. BJP തൃശൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C മേനോൻ എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. പൂരം കലക്കിയതിന് പിന്നിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണെന്ന് SDPI. വിഷയത്തിൽ നിരപരാധികളായ പോലീസുകാരെയാണ് സർക്കാർ ബലിയാടാക്കിയത്. ഇതിൽ കമ്മീഷണർ നിരപരാധിയാണ്. എന്നാൽ RSSുമായി ബന്ധമുള്ള നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ സേനയിലുണ്ട്. പോലീസിലെ ഇത്തരം നിയമവിരുദ്ധമായ കാര്യങ്ങൾ സർക്കാർ നിസ്സാരവൽക്കരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ മുഴുവൻ നിയമ സംവിധാനവും സംഘപരിവാറിന് അനുകൂലമായി മാറുകയാണെന്നും പാർട്ടി ആരോപിച്ചു. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയുക, ADGP MR അജിത് കുമാറിന്റെ കാലയളവിൽ നടന്ന കൊലപാതക പീഡന കേസുകൾ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുക, കുറ്റാരോപിതരെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് SDPI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു.
പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വടക്കൂട്ടിന്റെ നേതൃത്വത്തിൽ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. SDPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അൻസാരി ഏനാത്ത് ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ പരൂർ, സെക്രട്ടറിമാരായ റഫീന സൈനുദ്ദീൻ, മനാഫ് കരൂപ്പടന്ന, ട്രഷറർ അക്ബർ TM, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ആസിഫ് അബ്ദുള്ള, ഉമർ മുക്താർ, മജീദ് പുത്തഞ്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രിയപ്പെട്ട പാർട്ടി സഹോദരങ്ങൾ, നിയമപാലകരെ, ജനാധിപത്യ മതേതര ക്രിമിനൽ പോലീസും മാഫിയ മുഖ്യനുമെന്ന മുദ്രാവാക്യമുയർത്തി ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ചാവക്കാട് ലീഗ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷനും സമീപം തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ RV അബ്ദുറഹീം ഉദ്ഘാടനം ചെയ്തു. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം പിണറായി വിജയൻ തന്റെ മകളുടെ സംരക്ഷണത്തിനായി RSS നേതൃത്വത്തിന് വെള്ളിത്തളികയിൽ നൽകിയതാണെന്ന് അദ്ദേഹം പറഞ്ഞു. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് TR ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. KM റിയാസ് സബാഹ് താഴ്ത്ത്, CA അഷ്കർ അലി, ഹാഷിം മാലിക് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. എല്ലാ നിയമലംഘനങ്ങൾക്കും സാധൂകരണം നൽകുന്ന മേളയല്ല അദാലത്തെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന 12ാമത്തെ ജില്ലാതല അദാലത്തിന്റെ ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അദാലത്തിൽ എല്ലാ നിയമലംഘനങ്ങളും ചുളുവിൽ ശരിയാക്കിയെടുക്കാമെന്ന തോന്നൽ ശരിയല്ല. ന്യായമായ കാര്യത്തിന് ചട്ടഭേദഗതി ആവശ്യമാണെങ്കിൽ അത് പുനഃപരിശോധിക്കുന്നതിന് മടിയില്ലെന്നും മന്ത്രി പറഞ്ഞു. അദാലത്തിലുണ്ടാകുന്ന എല്ലാ പൊതു തീരുമാനങ്ങളും ഉത്തരവുകളുമായി ഇറങ്ങുന്ന പ്രക്രിയ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. സെപ്റ്റംബർ 30-നകം അദാലത്തിലെ തീരുമാനങ്ങളെ ആസ്പദമാക്കിയുള്ള ഉത്തരവുകൾ ഇറങ്ങണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. നിയമലംഘനങ്ങൾ മുഴുവൻ സാധൂകരിക്കാനുള്ള ചട്ടം നിയമം ഇതിനകത്ത് നിന്നുകൊണ്ട് പരിഹരിക്കാവുന്ന, ഏറെക്കാലമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പരാതികൾക്ക് പരിഹാരമുണ്ടാക്കലാണ് ലക്ഷ്യം. അദാലത്തിലെടുക്കുന്ന തീരുമാനം ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി തീർക്കണം. പിന്നെയും അതിനായി വേറെ എന്തെങ്കിലും വിശദീകരണം ചോദിച്ച് വട്ടം കറക്കിയാൽ കർശന നടപടിയുണ്ടാകുമെന്നും വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. എന്ത് ചെയ്താലും കുഴപ്പമില്ലെന്ന് ചിലർക്ക് തെറ്റായ ധാരണയുണ്ട്. അദാലത്തുകൾ നടത്തേണ്ടതില്ലാത്ത വിധം സംവിധാനത്തെ കാര്യക്ഷമമാക്കേണ്ടതുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു അധ്യക്ഷത വഹിച്ചു. മേയർ MK വർഗീസ്, MLA-മാരായ P ബാലചന്ദ്രൻ, NK അക്ബർ, VR സുനിൽകുമാർ, PM ഷഫീഖ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 1200 പരാതികളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത്. അദാലത്തിൽ നേരിട്ട് പരാതി നൽകിയവരുടെ പരാതികൾ 2 ആഴ്ച കൊണ്ട് തീർപ്പാക്കും. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. ഇന്നലെ രാവിലെയാണ് ബാഗിൽ ഉപേക്ഷിച്ച നിലയിൽ റെയിൽവേ സ്റ്റേഷനിലെ മേൽപ്പാലത്തിൽ ആൺകുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഈ ഭാഗത്ത് CCTV ക്യാമറയില്ല. മറ്റിടങ്ങളിലെ CCTV ക്യാമറകളിൽ ചിലത് പ്രവർത്തിക്കുന്നില്ലെന്ന് സൂചനയുണ്ട്. വടക്കാഞ്ചേരിയിൽ ധൻബാദ് എക്സ്പ്രസിൽ നിന്ന് 4 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. RPF-ന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ N കേശവദാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലാണ് ഒറ്റപ്പാലം സ്റ്റേഷൻ കഴിഞ്ഞ സമയത്ത് ജനറൽ കമ്പാർട്ട്മെന്റിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 3 കിലോ 900 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത്. തുടർന്ന് വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് കസ്റ്റഡിയിലെടുത്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ PA ഹരിദാസ്, CA സുരേഷ്, പ്രിവന്റീവ് ഓഫീസർ CM സുരേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രശോഭ്, അർജുൻ, അബൂബക്കർ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 14 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടിയിരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 8 കിലോ കഞ്ചാവും ഒല്ലൂരിൽ നിർത്തിയിട്ട കാറിൽ നിന്ന് 6 കിലോ കഞ്ചാവും പോലീസ് പിടികൂടിയിരുന്നു. അമിത വേഗതയിലെത്തിയ ബസ്സിടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കേച്ചേരിയിൽ ജോണീസ് ബസ്സുകൾ തടഞ്ഞു. കേച്ചേരി മണലി സ്വദേശി രായ്മറയ്ക്കാർ വീട്ടിൽ ഷമീമിന്റെ മകൻ 20 വയസ്സുള്ള മുഹമ്മദ് അഫ്താബാണ് കഴിഞ്ഞ ശനിയാഴ്ച ജോണീസ് ബസ്സിടിച്ച് മരിച്ചത്.
സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കേച്ചേരിയിൽ ജോണീസ് ബസ്സുകൾ തടഞ്ഞു. ഏറെ നേരം ബസ് തടഞ്ഞതോടെ കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി. 14ഓളം പേരെ കസ്റ്റഡിയിലെടുത്തു. അഫ്താബിന്റെ മരണത്തിനിടയാക്കിയ ജോണീസ് ബസ്സിലെ ഡ്രൈവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തുക, തൃശൂർ കുന്നംകുളം റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ്സുകൾ തടഞ്ഞത്. CC ശ്രീകുമാർ, ധനീഷ് മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതിനെ തുടർന്ന് പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ 3 ഇഞ്ച് ഉയർത്തി. പാലിയേക്കരയിൽ KSRTC ബസ് വെട്ടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ സ്കൂട്ടറിലും ഡിവൈഡറിലും ഇടിച്ചു മറിഞ്ഞു. അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരായ കിരൺ, ആദിത്യൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലിയേക്കര മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. KSRTC ബസിന്റെ പുറകുവശം പിക്കപ്പിൽ ഇടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ബസ് നിർത്താതെ പോയി. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പെരുവല്ലൂർ മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. പെരുവല്ലൂർ കോട്ടപ്പാടം മാളിയമ്മാവ് റോഡ്, കോട്ടപ്പാടം KLDC ബണ്ട് റോഡ് എന്നിവ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി PP അഭിലാഷ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. NA ഹസൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി PK രാജൻ, NK ഷംസുദ്ദീൻ, സുനീതി അരുൺകുമാർ, MB സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. പാറമേക്കാവ് ദേവസ്വം മുൻ പ്രസിഡന്റ് K മനോഹരൻ നിര്യാതനായി. 87 വയസ്സായിരുന്നു. പാറമേക്കാവ് ദേവസ്വം ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. പാറമേക്കാവ് വിദ്യാമന്ദിർ, ശാന്തിഘട്ട് എന്നിവ നിർമ്മിക്കാൻ മുന്നിൽ നിന്ന് ദേവസ്വത്തെ നയിച്ചു. ദേവസ്വത്തിന്റെ പത്തായപ്പുര നിർമ്മാണവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. H1N1 പനി ബാധിച്ച് മരണം സ്ഥിരീകരിച്ചതോടെ പരിഭ്രാന്തിയിൽ ജില്ല. ശ്രീനാരായണപുരം സ്വദേശി അനിലാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. H1N1 ആണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചതോടെ ആരോഗ്യ വിഭാഗം മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ഏതാനും ദിവസം മുൻപ് അരിമ്പൂരിൽ H1N1 ബാധിച്ച് സ്ത്രീ മരിച്ചിരുന്നു. ജലദോഷം, പനി, ചുമ, കഫക്കെട്ട് തുടങ്ങി ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ നിസ്സാരമായി കാണാതെ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി വിദഗ്ധ സഹായം തേടണമെന്ന് ആരോഗ്യ വിദഗ്ധർ. വായുവിലൂടെ പകരുന്ന വൈറൽ പനിയാണ് H1N1 പനി. പനി, ജലദോഷം, ചുമ, തൊണ്ടവേദന, ശ്വാസതടസ്സം എന്നിവയാണ് സാധാരണ കാണുന്ന രോഗലക്ഷണങ്ങൾ. തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുകയാണെങ്കിൽ രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കാൻ സാധിക്കും. ഗർഭിണികൾ, പ്രായമായവർ, ചെറിയ കുട്ടികൾ, മറ്റേതെങ്കിലും രോഗമുള്ളവർ തുടങ്ങിയവരിൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിസ്സാരമായി തള്ളിക്കളയുകയും ചികിത്സ വൈകുകയും ചെയ്യുന്നത് കൊണ്ടാണ് അപകടാവസ്ഥയിൽ എത്തുന്നതും മരണം വരെ സംഭവിക്കുകയും ചെയ്യുന്നത്. അഴിമതി ആരോപണം നേരിടുന്ന പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിന് മുൻപിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, DCC സെക്രട്ടറി TM ചന്ദ്രൻ, UDF കൺവീനർ സോമൻ മൂത്രത്തിക്കര, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ദുരന്ത ബാധിതർക്ക് AYF സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച 10 വീടുകളുടെ നിർമ്മാണത്തിനായി ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും സമാഹരിച്ച ആദ്യഘട്ട 15 ലക്ഷം രൂപ ജില്ലാ ഭാരവാഹികൾ സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോന് കൈമാറി. മന്ത്രി K രാജൻ, CP ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, AYF സംസ്ഥാന പ്രസിഡന്റ് N അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു.
കോടശ്ശേരി പഞ്ചായത്തിലെ ട്രാംവേ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി. ചട്ടിക്കുളത്ത് നിന്നും തുടങ്ങി ചൌക്ക വരെ നീളുന്ന ട്രാംവേ റോഡിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളും തകർന്നു കിടക്കുകയാണ്. നായരങ്ങാടി, താഴൂർ എന്നിവിടങ്ങളിലാണ് തകർച്ച രൂക്ഷം. ഇവിടെ വാഹനഗതാഗതം വെല്ലുവിളിയാണ്. ഇരുചക്ര വാഹനങ്ങൾ പലപ്പോഴും റോഡിലെ കുഴികളിൽ വീണ് അപകടം പതിവാണ്. മഴക്കാലമായതിനാൽ കുഴികളിൽ നിറയെ ചളിവെള്ളവുമാണ്. പ്രശ്നം പരിഹരിക്കാൻ നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും പഞ്ചായത്ത് ഭരണസമിതി നിസ്സംഗത പുലർത്തുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന റോഡായതിനാൽ തങ്ങൾക്ക് പരിമിതി ഉണ്ടെന്നാണ് പഞ്ചായത്തിന്റെ വാദം. പല സംഘടനകളും റോഡിലെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. മാസങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്ന ചട്ടിക്കുളത്ത് 600 മീറ്റർ നീളത്തിൽ അറ്റകുറ്റപ്പണികൾ നടന്നു. പഞ്ചായത്തിന്റെ 25 ലക്ഷം രൂപ തനത് ഫണ്ട് ഉപയോഗിച്ചായിരുന്നു പ്രവർത്തനം. എന്നാൽ റോഡിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം ഇപ്പോഴും തകർന്നു കിടക്കുകയാണ്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ ഭരണാധികാരികൾ കൈമലർത്തുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. ഇനി ഓണം വിശേഷങ്ങളിലേക്ക്. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാവറട്ടി മേഖലയിൽ പപ്പട നിർമ്മാണം സജീവമായി. സദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്ത വിഭവം പപ്പടം. പ്രത്യേകിച്ച് ഓണസദ്യയ്ക്ക് പ്രതിസന്ധികളേറെ ഉണ്ടെങ്കിലും മേഖലയിൽ പലയിടത്തും പപ്പട നിർമ്മാണം കുടിൽ വ്യവസായമായി തുടരുന്നു. ആദ്യകാലങ്ങളിലെ പോലെ കൈകൾ കൊണ്ട് നിർമ്മിക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. ഉഴുന്ന്, ഉപ്പ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് നിർമ്മാണം. ഉഴുന്നിന്റെ വിലവർധനയും മഴയും പ്രതിസന്ധി സൃഷ്ടിച്ചതോടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് പരമ്പരാഗത രീതിയിലുള്ള പപ്പട നിർമ്മാണം ഏറെ കുറഞ്ഞിരിക്കുകയാണ്. യന്ത്രങ്ങളുടെ സഹായത്തോടെ പപ്പട നിർമ്മാണം നടത്തുന്നവർക്ക് വില കുറച്ച് നൽകാനാകുമെങ്കിലും പരമ്പരാഗത രീതിയിൽ നിർമ്മിക്കുന്ന പപ്പടത്തിനാണ് സ്വാദ് കൂടുതൽ. വലിയ ലാഭം പ്രതീക്ഷിച്ചല്ലെങ്കിലും മുൻകാലങ്ങളിൽ അനുവർത്തിച്ചു പോന്നിരുന്ന തൊഴിലായതിനാൽ തുടരുന്നുവെന്നാണ് ചാവക്കാട് തിരുവത്ര സ്വദേശികളായ കാഞ്ഞിരപ്പറമ്പിൽ ദിലീപ് കുമാർ, വെങ്കളത്ത് സുഗതൻ എന്നിവർ പറയുന്നത്. ഇപ്പോഴും തങ്ങളുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയ പപ്പടങ്ങളാണ് വിൽക്കുന്നത്. കേരള പപ്പടം എന്ന പേരിൽ 30 കൊല്ലത്തെ പാരമ്പര്യമാണ് കാഞ്ഞിരപ്പറമ്പിൽ ദിലീപ് കുമാറിന് പപ്പട നിർമ്മാണത്തിലുള്ളത്. സ്വാദിഷ്ട പപ്പടം എന്ന പേരിൽ 23 വർഷത്തെ പാരമ്പര്യമാണ് വെങ്കളത്ത് സുഗതനുള്ളത്. വർഷങ്ങളേറെ ആയെങ്കിലും മായം ചേർക്കാത്ത സ്വാദിഷ്ടമായ പപ്പടങ്ങളാണ് ഇവർ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. പ്രതിസന്ധികളേറെ ഉണ്ടെങ്കിലും ഈ തൊഴിലിൽ സംതൃപ്തനാണെന്ന് വെങ്കളത്ത് സുഗതൻ പറഞ്ഞു. 10-24 കൊല്ലായി തൊഴിൽ മേഖലയിൽ ഇത് സ്വന്തമായിട്ട് നമ്മൾ എടുക്കാൻ തുടങ്ങിയിട്ട് ഇതിൽ വളരെ സംതൃപ്തനാണ്. കാരണം പിന്നെ ഓണാണിപ്പോ, കാരണം ഇപ്പൊ ഭയങ്കര തിരക്കാണ്, എല്ലാം കൊണ്ടും സദ്യയിൽ ഹാപ്പിയാണ്. പിന്നെ ഇതുവരെയുള്ള ജീവിതത്തിൽ കാരണം കയറ്റം ആർക്കൊക്കെ ഉണ്ടാവില്ല സാധാരണ, പക്ഷെ അതിലൊക്കെ ഈ ജോലിയിലേക്ക് ഞാൻ സംതൃപ്തനാണ്. നല്ല പപ്പടമാണ് കൊടുക്കുന്നത്, നല്ല ഉഴുതിൽ ചെയ്താൽ എല്ലാ പണി ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യണത്. ചിറ്റിലപ്പള്ളി IAS പബ്ലിക് സ്കൂളിൽ ഒക്ടോബറിൽ നടക്കുന്ന തൃശൂർ സഹോദയ CBSE കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. സിനി ആർട്ടിസ്റ്റ് TN ശ്രാവണ ലോഗോ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ IAS പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സുജാത ഹരിമോഹൻ, തൃശൂർ സഹോദയ പേട്രൺ ദിനേഷ് ബാബു, ജനറൽ സെക്രട്ടറി IT മുഹമ്മദ് അലി, പ്രസിഡന്റ് MK രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒക്ടോബർ 24, 25, 26 തീയതികളിലായി 27ഓളം വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക. 94 സ്കൂളുകളിൽ നിന്നായി 7000ഓളം വിദ്യാർത്ഥികൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കും. രാജനാരായണൻ പെരിഞ്ചേരി രചനയും സാക്ഷാത്കാരവും വിദ്യാധരൻ മാസ്റ്റർ സംഗീതവും നിർവഹിച്ച ഓണം മ്യൂസിക് ആൽബം ഓണനിലാവ് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ പ്രകാശനം ചെയ്തു. ഔസേപ്പച്ചന്റെ വസതിയിൽ നടന്ന പ്രകാശന ചടങ്ങിൽ സംഗീത സംവിധായകൻ M ഹരികൃഷ്ണൻ, രഞ്ജിത്ത് കൊഴുക്കുള്ളി, സുനിൽ തരകൻ, രഞ്ജിത്ത് ആന്റോ തുടങ്ങിയവർ പങ്കെടുത്തു.
സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും ഓണക്കിറ്റ് വിതരണവും മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് നിർവഹിച്ചു. സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർമാൻ P. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. KA രാജേന്ദ്രൻ, സജി പോൾ, PG ജയദീപ്, VM കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്തിലെ റോഡുകൾ അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്നും തകർന്നു കിടക്കുന്ന മുണ്ടൂർ പെരിങ്ങന്നൂർ റോഡ് അടിയന്തരമായി ടാറിംഗ് നടത്തണമെന്നും ആവശ്യപ്പെട്ട് ആം ആദ്മി പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് റോയ് പുറനാട്ടുകര, സെക്രട്ടറി സേവ്യർ സെബാസ്റ്റ്യൻ, സാബു ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ കോർപ്പറേഷനും അയ്യന്തോൾ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒളരി ഡിവിഷൻ കൌൺസിലർ സജിത ഷിബു ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോൾ ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിത സുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി കോട്ടോൾ യെൽദോ മാർ ബസേലിയൂസ് കുരിശുപള്ളി പെരുന്നാളിന് ഫാദർ ജോൺ ഐസക് കൊടിയേറ്റി. ഫാദർ ആന്റണി പൗലോസ് സഹകാർമ്മികത്വം വഹിച്ചു. 21, 22 ദിവസങ്ങളിലാണ് പെരുന്നാൾ. 20-ന് മിനി പെരുന്നാളും ഉണ്ടാകും. വീൽ ചെയറിൽ ജീവിതം തള്ളി നീക്കുന്നവർക്കായി ഓണാഘോഷമൊരുക്കി ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ. വലപ്പാട് CP ട്രസ്റ്റ്, കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ സംയുക്തമായാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. വള്ളിവട്ടം പാർലേക്ക് ഫാം ഹൌസിൽ നടന്ന ഓണാഘോഷം നടൻ ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PB സക്കീർ ഹുസൈൻ അധ്യക്ഷനായി. CP സാലിഹ്, ഫാദർ തോമസ് കുര്യൻ, ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലെനിക്ക് അതെന്താ സംഭവം എന്ന് വെച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു കൂട്ടായ്മയാണ്. നാഷണൽ ആയുഷ് മിഷനും മുല്ലശ്ശേരി പഞ്ചായത്ത് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും സംയുക്തമായി വയോജനങ്ങൾക്ക് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഊരകം AUP സ്കൂളിൽ നടന്ന ക്യാമ്പ് മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ മനീഷ് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M. രശ്മി, യോഗ പരിശീലക ബജിത ഷിബു, ഊരകം സ്കൂൾ മാനേജർ AS വിമലാനന്ദൻ, ഡോക്ടർ അഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു. കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി തൃശൂർ ജില്ലാ ടീമിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം CC മുകുന്ദൻ MLA നിർവഹിച്ചു. കൂട്ടം ജില്ലാ പ്രസിഡന്റ് പ്രസാദ് കിഴക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ബിന്ദു ദാസൻ, ഇന്ദ്രപാൽ തോട്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുമ്പളങ്ങാട് വായനശാല ഹാളിൽ ആയുഷ് വയോജന ക്യാമ്പ് നടത്തി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ OR ഷീല ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ സരിത അധ്യക്ഷയായി. മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ഷെറിൻ, ഡോക്ടർ ജയശ്രീ, കൌൺസിലർ രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി കൊടകര സെന്റ് ജോസഫ് ഫൊറോന ഇടവകയിലെ KCYM യൂണിറ്റിന്റെ മുലപ്പാൽ ദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ നെക്ടർ ഓഫ് ലൈഫ് മുലപ്പാൽ ബാങ്കിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പ് വികാരി ഫാദർ ജേസൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി, KCYM യൂണിറ്റ് പ്രസിഡന്റ് അമൽ ജോളി, ഡോക്ടർ K. വിമൽ വിൻസൻ, പ്രോഗ്രാം കൺവീനർ റോസ്മേരി എന്നിവർ സംസാരിച്ചു. യോക്കസ് ക്രിക്കറ്റ് അക്കാദമി നടത്തിയ ക്രിക്കറ്റ് ലീഗിൽ പവർ ഹീറ്റേഴ്സ് താണിക്കുടം ടീം ജേതാക്കളായി. മാറ്റാമ്പുറം യോക്കസ് ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന ക്രിക്കറ്റ് ലീഗിൽ വിജയികളായ പവർ ഹീറ്റേഴ്സ് ടീമിനായി സേതു താണിക്കുടം, അശ്വന്ത്, ഷമിൽ, വിനീത്, സുനിൽ, ജിൻഷോയ്, ആനന്ദ് കൃഷ്ണ, ജയപാലൻ, അരുൺ, കൈലാസ്, അഭിനവ്, വിനു ഗിൽട്ടൺ എന്നിവർ കളിക്കാനിറങ്ങിയിരുന്നു. ക്രിക്കറ്റ് ലീഗിൽ ഉടനീളം പവർ ഹീറ്റേഴ്സ് താണിക്കുടം ടീം മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. പാവറട്ടി വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലേക്കുള്ള പുതിയ വചനപീഠത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. പൂർണ്ണമായും തേക്കുമരത്തിലും കുമിഴ് മരത്തിലുമാണ് വചനപീഠം നിർമ്മിച്ചത്. 4 അടി നീളവും 2 അടി വീതിയും 4 അടി ഉയരത്തിലുമാണ് വചനപീഠം നിർമ്മിച്ചിരിക്കുന്നത്. മുൻഭാഗത്ത് ബൈബിൾ, പ്രാവ്, മുന്തിരിക്കുല, ഗോതമ്പ്, ഇരുവശങ്ങളിലായി ലില്ലിപ്പൂക്കളും ആലേഖനം ചെയ്തിട്ടുണ്ട്. ശില്പി എളവള്ളി നന്ദനാണ് വചനപീഠം നിർമ്മിച്ചത്.
ഓണാഘോഷം ഒഴിവാക്കി വയനാടിന് സഹായഹസ്തവുമായി കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം ടേണിംഗ് പോയിന്റ് ക്ലബ്ബ്. വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി ഓണാഘോഷവും മറ്റ് പരിപാടികളും ഒഴിവാക്കി സമാഹരിച്ച 1,52,000 രൂപ കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന് കൈമാറി. കത്തീഡ്രൽ വികാരി ഫാദർ ജാക്സൺ വലിയപറമ്പിൽ, ടേണിംഗ് പോയിന്റ് ക്ലബ്ബ് രക്ഷാധികാരി നിക്സൺ കുര്യപ്പറമ്പിൽ, പ്രസിഡന്റ് അനീഷ് റാഫേൽ പള്ളിയിൽ, സെക്രട്ടറി ജോബി മഞ്ഞളി തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാവരെയും ഏറ്റവും കുഞ്ഞുങ്ങളെ കാണാനായിട്ട് കൂടി തയ്യാറാകണം. നമ്മുടെ എല്ലാം അകത്ത് ശ്രീനാരായണ സുദർശന സമാജം എടമുട്ടം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ബേൽ ഗ്രാമപ്രദക്ഷിണത്തിന് ശേഷം സമാജം പ്രസിഡന്റ് ജിതേഷ് കാരയിൽ ക്ഷേത്രത്തിനു വേണ്ടി ഏറ്റുവാങ്ങി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നാരായണൻ കുട്ടിശാന്തി, ക്ഷേത്രം ജ്യോതിഷൻ മധു ശക്തിധര പണിക്കർ, ക്ഷേത്ര മേൽശാന്തിമാരായ സന്ദീപ് ശാന്തി, സുജയ് ശാന്തി എന്നിവരുടെ നേതൃത്വത്തിൽ ഗുരുപൂജ നടത്തി. പൂജയ്ക്ക് ശേഷം ശിവഗിരി മഠം സ്വാമി പ്രബോധ തീർത്ഥ വേൽ പുനഃസ്ഥാപിച്ചു. സമാജം സെക്രട്ടറി അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, സമാജം ട്രഷറർ സലിൽ മുളങ്ങിൽ, സമാജം വൈസ് പ്രസിഡന്റ് സുമോദ് എരണയെഴുത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. അവണിശ്ശേരി പുനർജനി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അവണിശ്ശേരി പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഓണപ്പുടവയും ഓണക്കിറ്റും വിതരണം ചെയ്തു. പ്രിൻസൺ അവണിശ്ശേരി ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി പുനർജനി അംഗം ചിത്ര അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് മെമ്പർ സുനിൽ ചാണാശ്ശേരി, വാർഡ് മെമ്പർ ഇന്ദിര ജയകുമാർ, ജോഷി പുനർജനി എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര വടക്കുമുറി സിതാര ക്ലബിന്റെ 25ാമത് വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും TR വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് CR രമണൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ, സെക്രട്ടറി CT ജോസ്, ട്രഷറർ KS ഷിജു എന്നിവർ സംസാരിച്ചു. എറവ് സെന്റ് തെരാസസ് കപ്പൽ പള്ളിയുടെ കീഴിലുള്ള പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെ കപ്പേളയിൽ തിരുനാൾ ആഘോഷിച്ചു. തിരുസ്വരൂപം എഴുന്നള്ളിപ്പ്, നേർച്ച ഭക്ഷണം എന്നിവയുണ്ടായിരുന്നു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജിയോ വേലുകാരൻ സഹകാർമ്മികനായി. സമയമാണ് പരിശുദ്ധമയെ കഴിച്ച് സംഘത്തോടും പോണം. അവരോടും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടും പുതുമനശ്ശേരി സർ സയ്യിദ് ഇംഗ്ലീഷ് സ്കൂളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ എക്സിബിഷൻ ബുധനാഴ്ച വിദ്യാലയാങ്കണത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മെഗാ എക്സിബിഷൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. ISRO, കേരള പോലീസ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ്, ആരോഗ്യവകുപ്പ്, എക്സൈസ്, മെഡിക്കൽ, നഴ്സിംഗ്, ഡെന്റൽ, കാർഷിക സർവകലാശാല, DC ബുക്സ്, വിവിധ കമ്പനികൾ തുടങ്ങി 41ഓളം സ്റ്റാളുകൾ എക്സിബിഷനിൽ ഉണ്ടാകും. സംഘാടക സമിതി ഭാരവാഹികളായ PP മുഹമ്മദ്, അബു കാട്ടിൽ, MM കബീർ, ഷബീർ പാടൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഭാഗമായി ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിൽ ദേവസ്വം ഓഫീസർ സിജു വാസുദേവന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പൂജാ പുഷ്പങ്ങളുടെ തൈ നടിയിൽ നടന്നു. ഊരകം അമ്മ തിരുവടി ക്ഷേത്രം ജീവനക്കാരനായ മനോജ് കുമാറാണ് പൂജാ പുഷ്പങ്ങൾക്കുള്ള ചെടികളുടെ തൈകൾ സമർപ്പിച്ചത്. ദേവസ്വം ജീവനക്കാരായ P ബാലകൃഷ്ണൻ, രാകേഷ് ഉണ്ണിയാമ്പുറത്ത്, ഉണ്ണിക്കുട്ടൻ, വിശ്വജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ പേരകം ശ്രീകൃഷ്ണ മഹാദേവ ട്രസ്റ്റ് ഓണാഘോഷവും വാർഷികവും ഡോക്ടർ VK സതീശൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാബു കളത്തിൽ അധ്യക്ഷത വഹിച്ചു. സുഗതൻ ചാണാശ്ശേരി, ബേബി കരിപ്പോട്ടിൽ, രവി തറയിൽ, KR ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അടുത്തതായി പൂക്കള മത്സരത്തിന്റെ
ഗുരുവായൂർ ചൊവ്വല്ലൂർപ്പടി മർച്ചന്റ്സ് അസോസിയേഷൻ ഓണാഘോഷം ഗുരുവായൂർ SHO സി പ്രേമാനന്ദ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MK ആന്റണി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ വൈഷ്ണവ് പ്രദീപ്, KD വിൻസെന്റ്, VA ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. ചിയാരം സെന്റ് ചാവറ കുരിശുപള്ളിയിലെ ACC മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 500ഓളം പേർ ചേർന്ന് മാതാവിന്റെ ചിത്രം പെയിന്റിംഗ് ചെയ്തു. പ്രീസ്റ്റ് ചാർജ് ഫാദർ ജിജോ തീത്തായുടെ നേതൃത്വത്തിലാണ് ചിത്രം തയ്യാറാക്കിയത്. ഗലീലി ആശ്രമം ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഇനി വാണിജ്യം. കുത്താമ്പള്ളി നെയ്ത്ത് ഗ്രാമത്തിൽ നിന്നുള്ള എല്ലാവിധ കൈത്തറി വസ്ത്രങ്ങളുടെയും വിപുലമായ ശേഖരവുമായി തൃശൂർ ഷൊർണൂർ റോഡിലെ കുത്താമ്പള്ളി ഹാൻഡ്ലൂം സെന്റർ പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി. കൈത്തറി വസ്ത്രനിർമ്മാണ രംഗത്ത് നൂറ്റാണ്ടിന്റെ പാരമ്പര്യവും വിശ്വസ്തതയുമായി തൃശൂർ ഷൊർണൂർ റോഡിലെ കൗസ്തുഭം ഹാളിന് സമീപം S&S കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കുത്താമ്പള്ളി ഹാൻഡ്ലൂം സെന്റർ കുത്താമ്പള്ളിയിലെ സ്വന്തം നെയ്ത്തുശാലയിൽ നിന്നുള്ള വിവിധ ഇനം വസ്ത്രങ്ങളുടെ കമനീയ ശേഖരമുള്ള തൃശൂർ നഗരത്തിലെ ഏക ഷോറൂമാണ്. കസവുമുണ്ട്, കസവ് സാരികൾ, സെറ്റുമുണ്ട്, സെറ്റ് സാരികൾ, ടിഷ്യൂ സെറ്റുമുണ്ട്, കളർ സാരികൾ, സോഫ്റ്റ് സിൽക്ക് സാരികൾ, റെഡിമെയ്ഡ് ചുരിദാറുകൾ, ടോപ്പുകൾ, ദാവണി സെറ്റുകൾ, പട്ടുപാവാടകൾ, കുട്ടികളുടെയും മുതിർന്നവരുടെയും റെഡിമെയ്ഡ് ഷർട്ടുകൾ, കുർത്തകൾ, മുണ്ടുകൾ തുടങ്ങിയ എല്ലാവിധ കൈത്തറി വസ്ത്രങ്ങളും ആകർഷകമായ വിലക്കിഴിവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. 200 രൂപ മുതലുള്ള സെറ്റ് മുണ്ടുകൾ, കുട്ടികളുടെ റെഡിമെയ്ഡ് ഉടുപ്പുകൾ, 300 രൂപ മുതലുള്ള സെറ്റ് സാരികൾ, 350 രൂപ മുതലുള്ള ചുരിദാറുകൾ, ടോപ്പുകൾ, 400 രൂപ മുതലുള്ള സോഫ്റ്റ് സിൽക്ക് സാരികൾ, ആൺകുട്ടികളുടെ ഷർട്ട്, മുണ്ട് എന്നിവ ഇവിടെ ലഭ്യമാണ്. കൂടാതെ മ്യൂറൽ വർക്കുകളോടുകൂടിയ കുർത്തകളുടെയും ഷർട്ടുകളുടെയും വിപുലമായ ശേഖരവുമുണ്ട്. കസ്റ്റമേഴ്സിനായി ഓൺലൈൻ ഷോപ്പിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 8129589349. ഓണം കളറാക്കാൻ വൈവിധ്യമാർന്ന ബ്രാൻഡ് വസ്ത്രങ്ങളുടെ കമനീയ ശേഖരവുമായി വാഫി ടെക്സ്റ്റൈൽസ് പറപ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പറപ്പൂർ തോളൂർ റോഡിൽ ടിൻ ടവർ ബിൽഡിംഗിലാണ് വാഫി ടെക്സ്റ്റൈൽസ് വസ്ത്രവിസ്മയം ഒരുക്കിയിട്ടുള്ളത്. പുലികളിയുടെയും ശിങ്കാരിമേളത്തിന്റെയും അകമ്പടിയോടെ ഓണാവേശം പകർന്നാണ് വാഫി ടെക്സ്റ്റൈൽസിന്റെ പ്രവർത്തനോദ്ഘാടനം നടന്നത്. മണലൂർ MLA മുരളി പെരുന്നള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി, ഫുട്ബോൾ താരം CV പാപ്പച്ചൻ, സിനിമാ താരങ്ങളായ ഹരിശ്രീ അശോകൻ, ലിഷോയി, നിശാന്ത് സാഗർ, ജോജൻ കാഞ്ഞാണി, അവാർഡ് ജേതാവ് വർഗീസ് തരകൻ, സന്തോഷ് ട്രോഫി അസിസ്റ്റന്റ് കോച്ച് അസീസ് പണിക്കവീട്ടിൽ, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, തോളൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ, വാഫി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ സജീവ് മാധവൻ, ഡയറക്ടർ മാളവിക സജീവ് മാധവൻ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കുന്ന വിപുലമായ കളക്ഷനുകളാണ് വാഫി ടെക്സ്റ്റൈൽസിൽ ഒരുക്കിയിട്ടുള്ളത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും വസ്ത്രസങ്കല്പങ്ങൾക്ക് ഇണങ്ങുന്ന ഓണക്കോടികളുടെയും ഫാഷൻ വസ്ത്രങ്ങളുടെയും അവിസ്മരണീയ ശേഖരം വാഫി ടെക്സ്റ്റൈൽസിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6660 രൂപ, പവന് 53,280 രൂപ, വെള്ളി ഗ്രാമിന് 89 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3153 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂരം കലക്കിയ വിഷയത്തിലടക്കം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിരന്തരമായ പ്രസ്താവനകൾ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനാണെന്ന് BJP നേതാവ് V മുരളീധരൻ. ADGP RSS നേതാവിനെ കണ്ടതിൽ ആദ്യം മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും മുരളീധരൻ. ജില്ലാതല തദ്ദേശ അദാലത്തിൽ പരാതിക്കാരുടെ വൻ തിരക്ക്. എല്ലാ നിയമലംഘനങ്ങൾക്കും സാധൂകരണം നൽകുന്ന മേളയല്ല അദാലത്തെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്.
തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. റെയിൽവേ സ്റ്റേഷനിലെ മുഴുവൻ CCTV ക്യാമറകളും പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതി. ജില്ലയിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ധൻബാദ് എക്സ്പ്രസിൽ നിന്ന് 4 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. അമിത വേഗതയിലെത്തിയ ബസ്സിടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ബസ്സുകൾ തടഞ്ഞു. അപകടത്തിനിടയാക്കിയ ജോണീസ് ബസ്സാണ് തടഞ്ഞത്. സംസ്ഥാനത്ത് 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതിനെ തുടർന്ന് പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ 3 ഇഞ്ച് ഉയർത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.